വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. കുറേ നാളായില്ലേ ഈ ഒരു സംഭവം കേട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം ഞാൻ അത്യാവശ്യം നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ താത്ത ട്രിവാൻഡ്രം വരെ പോകലായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ നേരത്തെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നേരത്തെ എണീച്ചതല്ലേ. അപ്പോൾ താത്ത കൊടുത്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ വിചാരിച്ചു ഉറങ്ങുന്നതിന് പകരം ജസ്റ്റ് ഇന്നെങ്കിലും ഒന്ന് നേരത്തെ എണീച്ച് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് എടുത്തു നോക്കിയപ്പം എനിക്ക് ബോട്ടണി നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ബോട്ടണിയിൽ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ബോട്ടണി എഴുതാൻ വേണ്ടിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിത് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത ദിവസം തന്നെ നമുക്കത് എഡിറ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് അപ്ലോഡ് ആക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് ഒന്നെങ്കിൽ എടുത്ത് വയ്ക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടൂല. എഡിറ്റ് ചെയ്താൽ തന്നെ പിന്നെ അപ്ലോഡ് ചെയ്യാനും തമ്മിൽ ഉണ്ടാക്കാനും ഒന്നും ടൈം കിട്ടൂല. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു +2 ലൈഫ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ലൈഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വരുന്നു, സ്കൂളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് ലേറ്റായി പിന്നെ വന്നു ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും റെക്കോർഡ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് എഴുതാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഉറക്കം വരും. അപ്പോൾ നമ്മളിത് കുറച്ചൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഇറങ്ങി പിന്നെ നേരത്തൊക്കെ എണീക്കണം എന്ന് വിചാരിച്ചാലും ഒരു മീഡിയം ടൈമിലൊക്കെ ആയിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ തന്നെ നമ്മൾ എണീക്കുന്നുണ്ടാവുക. എണീച്ച് പിന്നെ പെട്ടെന്ന് രാത്രി ചെയ്തതിൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ നമുക്കിത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാനൊക്കെ ടൈമാവും. പിന്നെ അത് റെഡി ആവലും ആകെ മൊത്തം ഓടിപ്പാഞ്ഞ് പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോകല്. ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു റുട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വിചാരിക്കും സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റുള്ള ഓരോ ബ്രേക്കിനൊക്കെ നമുക്കൊന്ന് റിലാക്സ് ആവാമെന്ന്. എന്നാൽ ആ ടൈമിൽ എന്താ പരിപാടി, ഈ ഒരു എഴുതിയിട്ടുള്ള റെക്കോർഡ് അല്ലെങ്കിൽ വരച്ചിട്ടുള്ള റെക്കോർഡ് പോയിട്ട് സൈൻ വായിക്കുക. സൈൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറക്ഷനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. വീണ്ടും അവിടെ പോയിട്ട് അത് കാണിക്കുക. ആകെ മൊത്തം തിരക്ക്. എന്നാൽ പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിലോ ലാബായിരിക്കും. ലാബിനെന്ത് കൃത്യസമയം 1:35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ലാബിൽ കയറ്റില്ല ഇങ്ങനെ പറയും. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഓടും നമ്മൾ കറക്റ്റ് തന്നെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ തിരക്ക് പിടിച്ചൊരു റുട്ടീനാണ് കേട്ടോ ഇപ്പം മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പതുക്കെ നമുക്കിതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും ആ ഒരു ബോട്ടണിയൊക്കെ എഴുതുന്ന പണി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഇപ്പോൾ ബോട്ടണി ആ ഒരു എഴുതിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പ്രിൻ്റഡ് നോട്ട് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിനിടയ്ക്ക് നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ എടുക്കണം, ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൃത്യമായിട്ട് നടന്നു പോകുന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ എന്തായാലും ഈ ഒരു ബോട്ടണിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനത് എൻ്റെ ഈ ഒരു ദിവസത്തെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും ഹോംവർക്കും കാര്യങ്ങളും വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് ടൈം ടേബിളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈം ടേബിൾ നോക്കലും എന്തെങ്കിലും എഴുതാനുണ്ടോ നോക്കലൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അധികം രാവിലെയാണ് കേട്ടോ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എന്തെങ്കിലും റെക്കോർഡ് എഴുതലും വരയ്ക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാ സബ്ജക്റ്റും ഒന്ന് മറിച്ച് നോക്കി എന്തെങ്കിലും ഹോംവർക്കും കാര്യങ്ങളും ഉണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ ഹോംവർക്ക് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ആ ഒരു ഇംഗ്ലീഷ് എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇംഗ്ലീഷ് പെട്ടെന്ന് തന്നെ ഒരു 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആൻസറൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും പോകാൻ റെഡി ആവാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതേ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ബാഗൊക്കെ പാക്ക് ചെയ്തു, എൻ്റെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവൽ തുടങ്ങിയിട്ടു. അപ്പോഴാണ് മനസ്സിലായത് എനിക്കിത് ഈ ഒരു റെക്കോർഡ് പൊതിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ അത് ഈ ഒരു റെക്കോർഡ് പൊതിയാൻ വേണ്ടിയിട്ട് പോയി. റെക്കോർഡൊക്കെ അത് പൊതിഞ്ഞത് ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ആകെ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ റെക്കോർഡ് പൊതിയലും റെഡി ആവലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു റെക്കോർഡൊക്കെ പൊതിഞ്ഞു. അതിന് ശേഷം പിന്നെ റെഡി ആവാൻ വേണ്ടിയിട്ടും പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.